ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ 7ാമത്തെ അത്താഴമാണ് കേട്ടോ, നോമ്പിൻ്റെ അത്താഴമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കഞ്ഞിയും ചമ്മന്തിയും ഓംലേറ്റുമാണ് ഷെൻകാക്ക കഴിച്ചത്. ഞാൻ ഫ്രൂട്ട്സും വെള്ളവുമാണ് കേട്ടോ കുടിച്ചത്. പിന്നെ അതൊക്കെ കഴിച്ച് നമ്മളെ നിസ്കരിച്ച് ഓതിക്കാണ്ട് കിടന്നുറങ്ങി. പിന്നെ രാവിലെ ഞാൻ മോക്കുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കി അവളെ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം പിന്നെ ഷെൻകാക്കിയും പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പണി കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഉറങ്ങി. എനിക്കിന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ച് പിന്നെ ഒരു 2 മണിക്ക് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, തരിക്കഞ്ഞി വേണമെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് തരിക്കഞ്ഞി ഉണ്ടാക്കൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താ വിചാരിച്ചു, മോൾ ഉറങ്ങിക്കെടുക്കുകയാണ്, വേഗം എന്നാൽ തരിക്കഞ്ഞി ഉണ്ടാക്കാം, ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജിൽ, അപ്പോൾ അതുകൊണ്ട് കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ ആ പണിക്കുള്ള തയ്യാറെടുപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും ക്യാഷും ഒക്കെ അരിഞ്ഞു കറി അടുപ്പത്ത് വെക്കുകയും ചെയ്തു. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള തരിയും അതുപോലെ സേമിയ അതൊക്കെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് പിന്നെ ഞാൻ ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി നമ്മുടെ ക്യാഷും ഇട്ടുകൊണ്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറാവുന്ന വരെ ഞാൻ വഴറ്റി കൊടുത്തിട്ടോ. പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് തരി എന്ന് പറഞ്ഞാൽ റവ കേട്ടോ, തരിക്കഞ്ഞി എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞതാണ്. റവയും സേമിയയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനുണ്ട് കേട്ടോ, നന്നായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു. അത് ക്യാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ നല്ല ചൂടിൽ വെച്ചാൽ തന്നെ പെട്ടെന്ന് ഉരുകി കിട്ടും കേട്ടോ. അതിന് വേറെ കുറേ നേരം തിളപ്പിച്ചെടുക്കേണ്ടതൊന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെയാണ് ചെയ്യാറ് പൊതുവേ. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അത്യാവശ്യം അത് പെട്ടെന്ന് ലയിച്ച് പോകട്ടെ, ആ കളറ് വരും. പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യമുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് പിന്നെ ഞാൻ 2 ഏലക്കായും കൂടി പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സേമിയയും റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കുറുകി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് കുറുകണ്ട, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, ഒന്ന് തിളച്ച് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാം. പിന്നെ ഞാൻ ടേബിളിലേക്ക് എല്ലാം അറേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അറേഞ്ച് ചെയ്ത് വേഗം വെച്ചു, സമയമില്ലായിരുന്നു. നമുക്കിന്ന് വെള്ളപ്പവും ഇടിയപ്പവുമാണ് ഉള്ളത്. പിന്നെ ചിക്കൻ കറി, ഫ്രൂട്ട്സ്, ജ്യൂസ്, തരി, ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ നോമ്പ് തുറ വിഭവങ്ങൾ, ഈത്തപ്പഴമൊക്കെ. അപ്പോൾ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ കയ്യിലെടുത്തപ്പോൾ എന്നോട് പറയണേ, ഓരോന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ ചമ്മലായി. പിന്നെ അത് കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്ന് ഞാൻ എന്ത് ചെയ്തു, വേഗം നിസ്കരിക്കാനോ അതിനൊക്കെ പോയി. പിന്നെ കുറേ സമയമൊന്നുമില്ല, കാരണം എന്താ വെച്ചാൽ വേഗം മരിബ് കലാവും നമ്മുടെ ഫുഡൊക്കെ കഴിയുമ്പോൾ തന്നെ. വേഗം പോയി നിസ്കാരവും ഓത്തും ഒക്കെ കഴിഞ്ഞ് പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. അതിനുശേഷം ഞാൻ കിച്ചണിൽ വന്നിട്ട് എനിക്ക് കഞ്ഞി വെക്കാണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞി വെക്കണം. അപ്പോൾ അതിനുള്ളിൽ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് കയറ്റാണ്ട് ബാക്കിയുള്ളതൊക്കെ കയറ്റി ഫോണിലുള്ള കഞ്ഞി വെച്ചു. ഇനി അതിലേക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാണ്ട് കുറേ പാത്രങ്ങൾ മോറാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മോറി വൃത്തിയാക്കി വെച്ചു. എപ്പോഴും നമ്മൾ വൃത്തിയാക്കിയിട്ട് ഇതിനൊക്കെ ഞാൻ ആ സമയത്ത് നിന്നാൽ എൻ്റെ നിസ്കാരങ്ങളൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെ ഞാൻ ഇങ്ങനെ വാഷ് ബേസിൽ എടുത്തു വെച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ ഇതൊക്കെ മോറി ഒന്ന് മാറ്റി വൃത്തിയാക്കി വെച്ച് നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് കൊണ്ടെടുക്കുക. കാരണം നമ്മളെ ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വൃത്തിയിലായിരിക്കും കേട്ടോ. എല്ലാവരും അങ്ങനെ ആയിരിക്കും നമ്മളെ മനസ്സിലാക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചമ്മന്തിക്കുള്ള ചെറിയുള്ളിയും പച്ചമുളകൊക്കെ മാറ്റുകയാണ്. അപ്പോൾ ചെറിയുള്ളി തൊലിച്ചുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ താഴെ പറയുന്നുണ്ട്, തൊലിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. നമ്മളെപ്പോഴും ചെറിയുള്ളി ആവശ്യമുണ്ടെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് നമ്മൾ തൊലിച്ചെടുക്കണമെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇതിപ്പോൾ പെട്ടെന്നുള്ളൊരു ആവശ്യമായതുകൊണ്ട് ഞാൻ വേഗം തൊലിച്ചെടുത്താണ്. അപ്പോൾ ചെറിയുള്ളിയും പച്ചമുളകും അതിലേക്ക് കുറച്ച് പുളി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചമ്മന്തി റെഡി ആയിട്ടോ. പിന്നെ നമുക്ക് ആവശ്യം ഇതൊന്നൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അത് മാറ്റിക്കൊണ്ട് പിന്നെ ആവശ്യത്തിന് നമുക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഒരു ഉള്ളിയുടെ ഒരു പാതി ഭാഗവും പിന്നെ ഒരു 2 പച്ചമുളകുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും പിന്നെ അതിലേക്ക് ഉപ്പും ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ എഗ്ഗ് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് മുട്ടയും കൂടി പൊരിച്ചെടുത്താൽ പിന്നെ പരിപാടിയൊന്നുമില്ല.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കാനൊക്കെ ഉള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മുട്ടയും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഉറങ്ങുമ്പോൾ എന്തായാലും നാളെ സൺഡേ ആയതുകൊണ്ട് രാത്രി 2 മണിയൊക്കെ എന്തായാലും ആവും. അപ്പോൾ പിന്നെ ആ സമയത്ത് നമ്മൾ പ്രത്യേകം ഒന്നും നീക്കലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആ സമയമാകുമ്പോൾ കഴിച്ചിക്കാണ്ട് പിന്നെ കിടക്കുക ചെയ്യില്ല. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ചെടുത്ത് ഞാൻ ചമ്മന്തിയും അതിലേക്കുള്ള കഞ്ഞിയും മുട്ടയാണ് ഷെമിക്കാക്കാൻ്റെ ഫുഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൂട്ട്സും വെള്ളവും കുടിക്കണം. കാരണം ഒരുപാട് ലോഡായി കഴിഞ്ഞ് അങ്ങനെ കഴിച്ചാൽ ഭയങ്കര ടയേർഡായിരിക്കും. അപ്പോൾ ഇങ്ങനെ കഴിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ബായ്, വീണ്ടും കാണുന്നത് വരെ.